തിരുവനന്തപുരം കാട്ടാക്കടയിൽ സുഹൃത്തിനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് പ്രതി തൂങ്ങി മരിച്ചു. ആത്മഹത്യ ചെയ്തത് കാട്ടാക്കട സ്വദേശി ജിനു. ചുറ്റിക കൊണ്ട് തലക്കടിയേറ്റ സുഹൃത്ത് പ്രവീൺ ആശുപത്രി. പ്രവീണിനെ ജിനു 10 തവണ ചുറ്റിക കൊണ്ട് അടിച്ചെന്ന് പോലീസ്. കൊല്ലം ശാസ്താംകോട്ടയിൽ തൊഴിലാളികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ആലപ്പുഴ കോട്ടപ്പുറം സ്വദേശി വിനോദാണ് കൊല്ലപ്പെട്ടത്. കൊല്ലം കണ്ണനല്ലൂർ സ്വദേശി രാജു അറസ്റ്റ്. കൊല്ലത്ത് മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചാത്തനാംകുളം സ്വദേശി സജീവിനെയാണ് കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണകാരണം വ്യക്തമല്ല. തിരുവനന്തപുരം നെടുമങ്ങാട് കിണറ്റിൽ വീണ ആളെ രക്ഷപ്പെടുത്തി. അരച്ചുപറമ്പ് സ്വദേശി ശശികുമാർ കിണറ്റിൽ വീണത് കിണർ വൃത്തിയാക്കുന്നതിനിടെ. രക്ഷപ്പെടുത്തിയത് നെടുമങ്ങാട് അഗ്നിരക്ഷാസേന. മലപ്പുറം വണ്ടൂരിലെ വിദേശ മദ്യ വിൽപ്പനശാലയ്ക്കെതിരെ സമരസംഗമം സംഘടിപ്പിച്ച മുസ്ലിം ലീഗ്. അത്താണിക്കയറ്റത്തിൽ ആരംഭിച്ച വിദേശ മദ്യശാല അടച്ചുപൂട്ടണമെന്നാവശ്യം. STU ജില്ലാ പ്രസിഡന്റ് VAK തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ചുലൂർ ALP സ്കൂളിന്റെ 100ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. മലപ്പുറം വണ്ടൂരിൽ കോൺഗ്രസ് സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ആഘോഷിച്ചു. MLA AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ക്രിസ്തുമസ് കേക്ക് നിർമ്മാണ മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പാലക്കാട് പട്ടഞ്ചേരിയിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് ക്രിസ്തുമസ് ദിനത്തിൽ ബിരിയാണി വിതരണം ചെയ്തു. ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസിന്റെ നേതൃത്വത്തിലാണ് ബിരിയാണി വിതരണം ചെയ്തത്. മലപ്പുറം വളാഞ്ചേരി നഗരസഭയിൽ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന നീന്തൽ പരിശീലനത്തിന് തുടക്കം. പരിശീലനം നഗരസഭയിലെ 4ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ. തൃശൂർ വടക്കാഞ്ചേരിയിൽ നതാലെ ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ഘോഷയാത്ര സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. ഫെസ്റ്റ് സംഘടിപ്പിച്ചത് നഗരസഭയുടെ സഹകരണത്തോടെ. മതരാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ.